ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാണ്. ഒരു പശുവും ആടും കോഴിയും. പണ്ട് ഒരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അയാൾ കൂട്ടായി ഒരു പശുവും ആടും കോഴിയും ഉണ്ടായിരുന്നു. അവൻ തന്റെ മൃഗങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും അവയെ നന്നായി പരിപാലിക്കുകയും ചെയ്തു. അവൻ അവർക്ക് പുല്ലും ശുദ്ധജലവും ഉറങ്ങാൻ സുഖപ്രദമായ ഒരു കളപ്പുരയും നൽകി. ഒരു ദിവസം കർഷകൻ തന്റെ ഉൽപ്പന്നങ്ങളിൽ ചിലത് വിൽക്കാൻ ചന്തയിൽ പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ തന്നെ ഇരിക്കാനും സ്വയം നല്ല രീതിയിൽ പെരുമാറാനും അവൻ തന്റെ മൃഗങ്ങളോട് ആവശ്യപ്പെട്ടു. എല്ലാരും തമ്മിൽ പരസ്പരം അഭിനന്ദിക്കണമെന്നും വഴക്കിടരുതെന്നും അദ്ദേഹം പറഞ്ഞു. പശുവും ആടും കോഴിയും തലകുലുക്കി നല്ലതായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. തുടർന്ന് അവരെ തനിച്ചാക്കി കർഷകൻ മാർക്കറ്റിലേക്ക് പോയി. കർഷകൻ പോയ ഉടനെ പശു വീമ്പിളക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, "ഞാൻ ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള മൃഗമാണ്. ഞാൻ പാലും വെണ്ണയും ചീസും നൽകുന്നു. ഞാനില്ലെങ്കിൽ കർഷകൻ തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടില്ല." പശുവിന്റെ പൊങ്ങച്ചം ആടിനെ അലോസരപ്പെടുത്തി. ആട് പറഞ്ഞു, "നിങ്ങൾ മാത്രമല്ല പാൽ നൽകുന്നത്, ഞാനും പാൽ നൽകുന്നു. അത് നിങ്ങളെക്കാൾ രുചികരവും ആരോഗ്യകരവുമാണ്. കർഷകൻ വസ്ത്രങ്ങളും പുതപ്പുകളും ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്ന കമ്പിളിയും ഞാനാണ് നൽകുന്നത്." ആടിന്റെ അഹങ്കാരത്തിൽ കോഴി പ്രകോപിതനായി. അവൾ പറഞ്ഞു, "നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിക്കേണ്ട, ഞാനാണ് ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള മൃഗം. പ്രോട്ടീനാൽ സമ്പന്നവും രുചികരവുമായ മുട്ട ഞാൻ നൽകുന്നു. കർഷകൻ നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്ന ഇറച്ചിയും ഞാൻ നൽകുന്നു." പശുവും ആടും കോഴിയും തർക്കിക്കാനും ബഹളമുണ്ടാക്കാനും തുടങ്ങി. അവരോരോരുത്തരും ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമാണെന്ന് അവകാശപ്പെട്ടു. അവർ പരസ്പരം ശ്രദ്ധിച്ചില്ല, പരസ്പരം ബഹുമാനിച്ചില്ല. ഇതിനിടയിൽ വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ ഫാമിലൂടെ കടന്നുകൂടി. മൃഗങ്ങൾ പോരടിക്കുന്നത് കണ്ട അവൻ സാഹചര്യം മുതലെടുക്കാൻ തീരുമാനിച്ചു. അവൻ കളപ്പുരയിലേക്ക് നുഴഞ്ഞുകയറി ആക്രമിക്കാനുള്ള ശരിയായ നിമിഷത്തിനായി കാത്തിരുന്നു. പശുവും ആടും കോഴിയും കുറുക്കനെ ശ്രദ്ധിച്ചില്ല. അവർ തർക്കത്തിൽ മുഴുകി. കുറുക്കൻ കോഴിയുടെ മേൽ ആഞ്ഞടിച്ച് അവളുടെ കഴുത്തിൽ പിടിച്ചു. കോഴി നിലവിളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഏറെ വൈകി. കോഴിയുടെ കരച്ചിൽ കേട്ട് പശുവും ആടും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി. അവർ കളപ്പുരയിലേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കുറുക്കൻ കോഴിയുമായി ഓടുന്നത് കണ്ടു. അവർക്ക് കോഴിയോട് സഹതവും സ്വയം ലജ്ജയും തോന്നി. അവർ അവളോട് കൂടുതൽ ദയയും സൗഹൃദവും കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അന്ന് അവർ കഠിനമായ ഒരു പാഠം പഠിച്ചു. ഓരോ മൃഗത്തിനും അതിൻ്റേതായ മൂല്യവും സംഭാവനയും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. പരസ്പരം അഭിനന്ദിക്കുകയും ഒരു ടീമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും അവർ മനസ്സിലാക്കി. അന്നുമുതൽ പശുവും ആടും കൂടുതൽ വിനയാൻവിതരായി. അവർ കർഷകനോട് കൂടുതൽ നന്ദിയുള്ളവരും വിശ്വസ്തരുമായി തീർന്നു. പിന്നീടൊരിക്കലും അവർ വഴക്കിട്ടിട്ടില്ല, സന്തോഷത്തോടെ ജീവിച്ചു. എല്ലാത്തിനും അതിൻ്റേതായ മൂല്യമുണ്ട്. നമ്മൾ പരസ്പരം അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും വേണം എന്നതാണ് ഈ കഥയുടെ ധാർമ്മികത. എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോലെ? നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ.